നമുക്കിന്ന് ഈ ചാർട്ട് ചെയ്താലോ? ക്രൗൺ ഉണ്ടാക്കാൻ പോകട്ടാ. ഒരു ചാർട്ട് പേപ്പർ വേണം, പിന്നെ ഈ പശ വേണം. അതും മാത്രം മതി ട്ടാ. ശരി, ഓക്കെ, ഡൺ. എൻ്റെ സ്കൂളിൽ മാംഗോയുടെ ക്രൗൺ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ബുക്കിൻ്റെ പേപ്പർ അതെടുക്കാം. ഒരു ബുക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് അത് ചാർട്ടിൽ വെച്ച് ആ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ബോട്ട് ഉണ്ടാക്കില്ലേ നമ്മൾ, അതുപോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചാർട്ടിൽ ഈ സൈസിൽ നമുക്ക് വെട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ മടക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു 7 അല്ലെങ്കിൽ 8 പീസസ് വേണ്ടി വരും. കുട്ടികളുടെ തലയുടെ വലിപ്പം അനുസരിച്ച് എനിക്കൊരു 7 പീസ് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 പീസസ് നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയെടുക്കാം. അതിന് ശേഷം അത് ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആ എൻഡ് പോർഷൻ വരുന്ന ഭാഗത്ത് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അത് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് അത് നല്ല ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കാം വരിയായിട്ട്. ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കുക, ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഷേപ്പ് അനുസരിച്ച്, റൗണ്ട് ഷേപ്പ് അനുസരിച്ച്, അതുപോലെ തന്നെ കുട്ടിയുടെ തലയുടെ ഒരു ഷേപ്പ് അനുസരിച്ച് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുക. ഈ ഫോം ഷീറ്റിൽ ഞാൻ മാംഗോയുടെ ഷേപ്പ് വെച്ച് വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തു. ഫോം ഷീറ്റിൽ അതുപോലെ തന്നെ ഗ്രീൻ ഫോം ഷീറ്റിൽ ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് വെട്ടിയെടുത്ത് അതിലൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോ മാംഗോസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി എല്ലാ മാംഗോസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അത് റൗണ്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ഗ്ലൂ വെച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ക്രൗൺ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ക്രൗണിൻ്റെ എല്ലാ ഷേപ്പിലും യെല്ലോ സ്കെച്ച് വെച്ച് ഒന്ന് വരച്ച് കൊടുത്തു, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.